നമസ്കാരം. ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവായ സാക്ഷി മാലിക് ഗുസ്തി കരിയർ അവസാനിപ്പിക്കുന്നു എന്നുള്ള വാർത്ത രാജ്യം വളരെ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. ഗുസ്തി ഫെഡറേഷന്റെ മുൻ പ്രസിഡന്റായ ബ്രിജ്ഭൂഷൺ സിംഗ് ലൈംഗിക ആരോപണം ഉൾപ്പെടെ നേരിട്ട ആ പ്രസിഡന്റിന്റെ അനുകൂലികൾ തന്നെ വീണ്ടും ഭരണം പിടിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗുസ്തി താരങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു കടുത്ത നടപടി ഉണ്ടായത്. അതിന്റെ ഭാഗമായി തന്നെയാണ് സാക്ഷി മാലിക് വാർത്താ സമ്മേളനത്തിനിടയിൽ തന്റെ ഷൂസ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് താൻ തന്റെ കരിയർ അവസാനിപ്പിക്കുന്നു എന്ന് രാജ്യത്തോട് പ്രഖ്യാപിച്ചത്. ഏറെ വികാരഭരിതമായി രംഗങ്ങളായിരുന്നു. രാജ്യം ഒന്നടങ്കമുള്ള കായിക പ്രേമികൾ മാത്രമല്ല, ഈ ഗുസ്തി താരങ്ങളെയൊക്കെ അനുകൂലിച്ചിട്ടുള്ള എല്ലാവരും തന്നെ സാക്ഷി മാലിക്കിന്റെ ഈ ഒരു നടപടിയിൽ വലിയ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ബ്രിജ്ഭൂഷന്റെ അടുപ്പക്കാർ ഒരിക്കലും ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്തേക്ക് വരില്ല എന്ന് കേന്ദ്ര കായിക മന്ത്രി ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നുവെന്നും എന്നാൽ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളെല്ലാം ലംഘിച്ച് തങ്ങളെ വീണ്ടും ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ഗുസ്തി താരങ്ങൾ ഇതിനിടയിൽ ആരോപിച്ചത്. പ്രത്യേകിച്ചും വനിതാ ഗുസ്തി താരങ്ങൾ ഇനിയും ചൂഷണം ചെയ്യപ്പെടുമെന്നും തങ്ങളുടെ ഈ പോരാട്ടം തലമുറകൾ വരെ നീണ്ടു നിന്നേക്കാം എന്നുകൂടി വിനേഷ് ഫോഗട്ട് ഉൾപ്പെടെയുള്ള താരങ്ങൾ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സാക്ഷി മാലിക്കിനൊപ്പവും ഗുസ്തി താരങ്ങൾക്കൊപ്പവും നിന്ന രാജ്യം വീണ്ടും ചിന്തിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്ക പുറത്തു വന്നിരിക്കുന്നു. കാരണം സാക്ഷി മാലിക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കണ്ണീർ സാക്ഷി എന്നൊക്കെ രാജ്യം വിശേഷിപ്പിച്ച് അത്ര കണ്ട് ആദരവോടുകൂടി അവരുടെ പ്രതിഷേധത്തിലൊപ്പം നിന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടി മറുവശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ കരുത്തുറ്റ ഒരു നേതാവ് കോൺഗ്രസിന്റെ പക്കൽ പോലും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രിയങ്ക ഗാന്ധി അദ്ദേഹത്തിനെതിരെ മത്സരിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിൽ പോലും ഇതിൽ ഒരു സ്ഥിരീകരണം വന്നിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ രാജ്യത്തിന് ഒന്നടങ്കം സ്വീകാര്യയായ സാക്ഷി മാലിക്കിനെ പോലെയുള്ള താരങ്ങളെ കരുവാക്കി ഒരു രാഷ്ട്രീയം ഈ ഗുസ്തിയുടെ പിന്നാമ്പുറത്ത് നടക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ എൻട്രിയാണ് സാക്ഷി മാലിക് ഉദ്ദേശിച്ചതെങ്കിൽ ഇന്നലത്തെ രാജ്യനാടകത്തിന് പിന്നിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഗുസ്തി താരങ്ങളിൽ ആരെങ്കിലുമൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവമായി തന്നെ രംഗത്തുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനിയും ഒരുപാട് പ്രതികരണങ്ങൾ വരാറുണ്ട്. സാധാരണയായി ഗുസ്തി താരങ്ങളെ പിന്തുണച്ചുകൊണ്ട് എപ്പോഴും രംഗത്തെത്താറുള്ള രാകേഷ് ടിക്കായത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്തായിരിക്കും ഈ വാർത്തയോട് പ്രതികരിക്കുന്നത് എന്നുകൂടി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അങ്ങനെ സാക്ഷി മാലിക് മോദിക്കെതിരെ മത്സരിക്കുമെന്ന തരത്തിലുള്ള ഒരു അഭ്യൂഹം കൂടി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അതിന്റെ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായും കോൺഗ്രസിന് നൽകാൻ പോകുന്ന മൈലേജ് ചെറുതായിരിക്കില്ല. പക്ഷേ അതേസമയം തന്നെ ഗുസ്തി താരങ്ങളെ ഇത് വളരെ നെഗറ്റീവായി തന്നെ ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെ ഗുസ്തി പൊളിറ്റിക്സ് എന്തെങ്കിലും ഇതിന് പിന്നിലുണ്ടോ, ഈ രാജിക്ക് പിന്നിലുണ്ടോ എന്നുള്ള ചർച്ചകൾ കൂടി രാജ്യത്ത് നടന്നു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.